ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമേ പെരുമാനന്ദം തേടി വിജയിക്കനിൻ തിരുനാമങ്ങൾ പാടും. ഇന്ന് ഈ കളി ഞാൻ ജയിക്കും. എടുത്തോട്ട് മാറേ വലത്ത് വെടിവെക്കുവേ. എന്തുവാടാ വെടിവെക്കെന്ന് പറഞ്ഞു? എടാ ഞാൻ ഇത് കളിക്കുമല്ലയോ? എടാ ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവന്നോ നീ? പിന്നെ ഞാൻ സാറിനോട് പറയും. ഇന്ന് സാറി കോട്ടെ, ഞാൻ സാറിനോട് പറയുവേ. എടാ പറയാൻ ഞാൻ സിപ്പം മേടിച്ചേരാ. ഞാൻ പറയത്തില്ല. നമ്മളെ എന്താണെന്നറിയാമോ ഇന്ന് ഇവിടെ ഇരുത്തി പഠിപ്പിക്കുന്നേ? എന്ത് വരുന്നു? നമ്മുടെ ക്ലാസ് റൂമിന്റെ ഓടിന്ന് മാറാൻ പണിക്കാർ വരുമെന്ന്. അയ്യോ, അപ്പൊ പിള്ളേരാരും വന്നില്ലേ ടൂർ പോയിട്ട്? ഇതുവരെ വന്നില്ലടാ. അത് അവര് താമസിക്കുന്നത് എന്തുവാന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഞങ്ങളുടെ കുഞ്ഞമ്മയെ കണ്ടേ. എന്താ പറഞ്ഞു? കുഞ്ഞമ്മ എന്നോട് ചോദിക്കുക, നീ പഠിച്ചു വളർന്ന് എന്തോ ആകാൻ ആഗ്രഹമെന്ന്. നീ അന്നേരം എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാൻ ഗൾഫിൽ പോകുന്നു പറഞ്ഞു. എടാ ഗൾഫിൽ പോണ പൊട്ടാ എയർപോർട്ട് വേണം. എടാ മണ്ട, എയർപോർട്ട് അല്ലടാ പാസ്പോർട്ട്. പാസ്പോർട്ട് കൊണ്ട് നീ എവിടെ പോകും? എയർപോർട്ടിൽ പോകണം. എയർപോർട്ട് അന്നേരം വേണ്ടേ? എനിക്ക് സ്വന്തമായിട്ട് എയർപോർട്ട് ഇല്ലല്ലോ. ഇല്ല. രമേശ് പറയുവാടാ, പിന്നെ സൂര്യ പുതിയ സിനിമ ഇറങ്ങിയില്ലയോ, അത് പൊട്ടിപ്പോയിരുന്നു. കുപ്പി ക്ലാസ്സിലായിരിക്കും. കുപ്പി ക്ലാസ്സിലാണ് പടം സാമ്പത്തികമായിട്ട് പൊട്ടിപ്പോയിരുന്നു. ഞാൻ സൂര്യ. ഞാൻ വിജയ് ഫാനാ. ഞാൻ സൂര്യ. പോടാ വിജയാണ്. സൂര്യ എന്തിനാണ് വാവക ക്ലാസ്? എവിടെ കേൾക്കാൻ കിടന്നുണ്ട് വാവക്കുന്നത്? ദൈവമേ, താഴെ നിന്നപ്പം കേട്ടല്ലോ ഇവിടെ. നിങ്ങൾ ആടെ ഫാനായാലും എന്തോ അവരൊക്കെ പഠിച്ച നല്ല നിലയിലായി. ഇന്ന് ഇവിടുത്തെ ടീച്ചർമാരും കുട്ടികളും എല്ലാം ടൂർ പോയിട്ട് അവര് പോയ ബസ് ബ്രേക്ക് ഡൗൺ ആയി അവിടെ കിടക്കുക. അപ്പൊ അവര് നാളെ വരത്തുള്ളന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് എംഎച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു, HM വിളിച്ചു പറഞ്ഞു ഇന്നോട് വന്ന് ക്ലാസ് എടുക്കണമെന്ന്. അതിനാണ് ഞാനിപ്പോ ഇവിടെ വന്നത് കേട്ടോ. ഒരു കാര്യം ചെയ്യ്, ബയോളജിയുടെ ചോദ്യങ്ങളെ അങ്ങോട്ട് ചോദിക്കാം. ബുക്ക് എടുക്ക. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇല്ല. ഇല്ലാന്നും പറയരുത്, ഇലയിൽ വെച്ചാണ്. പക്ഷിശാസ്ത്ര ഗവേഷണത്തിൽ പരിഹാരം കണ്ടെത്തുന്നത് ആര്? വവ്വാല്. അതിനല്ലേ കോട്ടുള്ളത്. ശരിയാ സാറേ. എടാ അതിന്റെ ശാസ്ത്ര ഗവേഷകരാണ്, അതറിയാമോ? വേറെ കിളിയാ. വവ്വാലാന്ന് ഉടനെ. കിളിയാന്നോ കണ്ടക്ടറാന്നോ എനിക്കറിയാം. നാളെ ഞാൻ വരത്തില്ല, എനിക്ക് ലീവ് വേണം. എന്തോത്തിന്? ചിലപ്പം ചെറിയൊരു മരണം കാണും. ചെറിയൊരു മരണം? ആരാടാ? അപ്പൂപ്പൻ മരിക്കാൻ പോവാ. ഏതപ്പൂപ്പൻ? ഞങ്ങളുടെ അപ്പൂപ്പൻ 95 വയസ്സുള്ള. എന്തിനു പോവാടാ? അവിടെ നിന്നും കിടക്കാൻ പറയും. നിങ്ങളുടെ വീട്ടിലല്ലയോ? എനിക്കറിയാൻ വയ്യേ. സാറേ വേഗം ക്ലാസ്സിൽ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ടുവന്നു കേട്ടോ. നിനക്ക് സാറല്ലേ പറഞ്ഞ ലാസ്റ്റ് ഡ്രില്ലിംഗ് ഉണ്ടെന്ന്? കൈ കൊടുത്തിട്ട് ആ ഡ്രില്ലിന്റെ കാര്യം ഡ്രില്ലിന്റെ പീരീഡ് ഉണ്ടെന്നാ പറഞ്ഞത്. മലയാളത്തിന്റെ ഗ്രാമർ നമുക്ക് ആദ്യം പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കർത്താവ്, കർമ്മം, ക്രിയ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭാവി, ഭൂതം, വർത്തമാനം. അപ്പൊ ആദ്യം നമുക്ക് വർത്തമാനം പറയാം. അന്നെല്ലാം എടുത്തു വെച്ചോ, എനിക്കും അതായിട്ട്. എടാ ഗ്രാമർ പഠിക്കാം, കേട്ടിട്ടില്ലേ? നടന്നുകൊണ്ടിരിക്കുന്ന എന്തിനെയാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനം. നടന്നുകൊണ്ടിരിക്കുന്നു. സാറേ എനിക്ക് സംശയം. നടന്നുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും? ഒന്ന് ഇരുന്ന് കഴിഞ്ഞൊന്ന് നടക്കുവോ, അല്ലെ നടന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുവാണെങ്കിൽ അത് അങ്ങനെ നടക്കുന്ന ഇരിയോടെ. അടുത്തത് ഭാവി. അഖിൽ പറയടാ, ഭാവി പറ. എന്ന് വെച്ചാ വരാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാവി കാലം. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞമ്മയും മക്കളും അവര് ഗൾഫിൽ നിന്ന് വരാനിരിക്കുക. ഒറ്റ അടി ഞാൻ കാലം മുട്ടു തീർത്ത് തന്നാലുണ്ടോ? ശ്രദ്ധിക്കത്തേ ഇല്ലേ? പര്യായപദം പറ. സ്ത്രീയെ കുറിച്ച് പര്യായപദങ്ങൾ പറഞ്ഞു സാറേ. സ്ത്രീയെ കുറിച്ച് സ്ത്രീ, നാരി, അമ്മായി, പെണ്ണുമ്പുള്ള, ഒരുത്തിയോ വനജ ടീച്ചർ. വനജ ടീച്ചറിന്റെ പേര് പറഞ്ഞു ഞാൻ അടിക്കുന്നില്ല. സ്ത്രീയാ, അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല. ഒരൊറ്റ അടി ഞാൻ തന്നെ കേട്ടോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അടുത്ത നീ പറയടാ. വനത്തെ കുറിച്ച് പര്യായം പറഞ്ഞു. കാണണം. അത് കാണണം, ഞാൻ അതിനു വേണ്ടി ഇരിക്കുവാ ഞാൻ. കാനനം. കാനനം. കാട്. മുതുകാട്. അതെന്റെ ഗതികേടായിപ്പോ. എന്തോ ഇടപാടാണ്. നിനക്ക് ഇതൊന്നും അറിയത്തില്ല. അതെ, ഇങ്ങോട്ട് നോക്കിയിരിക്കെ. അടുത്ത പദ്യം ചൊല്ല്. പല പല നാളുകൾ ഞാനൊരു പുഴുവായി. പാടാ, അതെന്തോരുന്നേറ്റ് പാടാ. പല പല നാളിൽ ഞാനൊരു പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കുട്ടിലുറങ്ങി ഇരുളും വെട്ടവും അറിയാതെ അങ്ങനെ ഇരുന്ന നാളുകൾ നീക്കി ബല 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 ബാഹുബലി ഉളനീതും പായും പൂലി ഉളനീലൻ നീളത്തി പൂലി. പോയിരിക്കാം. ബാക്കി നീ പറഞ്ഞു.
ബാഹുബലി കളിക്കുന്നു പഠിപ്പിക്കുന്ന സമയത്ത്. ഇതില് അടുത്ത വിഷയം കണക്കാ. എന്നാ പിന്നെ ഈ 5 വിഷയം അടുത്ത വിഷയം കണക്കാ പഠിക്കുന്നത്. ബുക്കെടുത്ത് വെക്കാൻ. കണക്കാന്നാ പിന്നെ പഠിപ്പിക്കണം. അതോ അനന്ത് വരുന്നേറ്റേ. ഇത് സാറേ ആ 3ന്റെ പട്ടിക കൂട്ടിയില്ലേ? 3ന്റെ ആ ഒരു 3 ഒരു 3 3 ആ 2 3 മൂന്നാറോ 3 സാറിന് സാറും ചൊല്ലിക്ക്. 1 3 3 2 3 3 അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ അത്. അങ്ങനെ സാറേ സംശയം ഉണ്ടായിരിക്കും. വിളിക്കാൻ പോയി. ഹലോ എന്തുവാ സാറേ? വനജ ടീച്ചറേ. സാറ് ക്ലാസ് എടുക്കാൻ സമ്മതിക്കൂലേ? അല്ല ഞാനത് പറയട്ടെ. ഇവിടെ കുട്ടികളെ ഞാൻ 3ന്റെ പട്ടിക ചൊല്ലിപ്പിച്ചേ. അതിന് അപ്പൊ ഒരു സംശയമുണ്ട്. അപ്പൊ മൂന്നാറ് വരുമോ? ഞാനെന്തിനാ സാറിന്റെ കൂടെ മൂന്നാർ വരുന്നേ? സാറേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ കുടുംബവും പിള്ളേരുമായിട്ട് അന്തസ്സായിട്ട് കഴിയുക. എന്റെ കുടുംബ കുളം തോണ്ടരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പെണ്ണുമ്പിള്ളയുടെ എന്തെങ്കിലും പറയുമ്പോ അവര് വേറെ ഏതാണ് എന്താ പറഞ്ഞേ? 3 ശരിയാന്ന് ഞാൻ പറഞ്ഞേ. അവരോട് പറഞ്ഞപ്പോ അവര് പറയാ, ഞാൻ മൂന്നാറ് ടൂറിന് പോകുന്നുണ്ടോ അതും ഇതൊക്കെ എന്നോട് ചോദിക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യ്. 3ന്റെ പട്ടിക ഈ ക്ലാസ്സിൽ ഒരൊറ്റ ഒരെണ്ണം ചൊല്ലിയേക്കരുത്. പറഞ്ഞു കേട്ടല്ലോ. 7ന്റെ പട്ടിക എഴുന്നേറ്റുള്ള എഴുന്നേറ്റ്. ഏതാണ്ട് ചോദിക്കുന്നു. അഖിലേ 7ന്റെ പട്ടിക ചൊല്ലാൻ. 7ന്റെ ഇല്ലയോ? ആ അല്ല 7ന്റെ അവൻ കേട്ടിട്ടില്ല. 7 ഇത് എഴുതിയത് ആര്? അല്ല ഞാൻ 7 14 ലോഹം. ഞാൻ കണ്ടോണ്ടിരിക്കുവോ ഇപ്പൊ? ഞാൻ കണ്ടോണ്ടിരിക്കുവാ. കൈയൊക്കെ നീട്ടിക്കോ. എഴുതിയത് ഞാന്. അവിടെ ഇരിക്കാതെ. എഴുതിയത് ആര്? എഴുതിയതാ അത്. ചുമന്നല്ലോ ചുമന്ന്. അടുത്തത് ഒരു മനക്കണക്കാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. മനക്കണക്ക്? അതെടുത്ത് അങ്ങോട്ട് വെക്ക്. മനക്കണ അപ്പൊ ബുക്ക് വേണ്ട. എന്റെ കയ്യിൽ 7 തേങ്ങയുണ്ട്. എവിടുന്ന് കിട്ടി സാറേ? 2 എണ്ണം അഖിലിന് കൊടുത്തു. എനിക്ക് വേണ്ട, വൈകിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മനക്കണക്കാടാ. കണക്കാണ്. 3 എണ്ണം സുമേഷിന് കൊടുത്തു. ബാക്കി എത്ര തേങ്ങയുണ്ട്? സാറേ ഞാൻ ചോദിക്കട്ടെ, സാറെന്തിനും സുമേഷിന് ഇപ്പൊ തേങ്ങ കൊടുക്കാൻ പോയി? അവന്റെ വീട്ടിൽ 3 തെങ്ങുണ്ട്. ഇഷ്ടംപോലെ കാശുള്ളടുത്താണ് അവൻ. അവന്റെ സന്ധ്യക്കാണ്. സന്ധ്യയുടെ കാര്യം പറ. അല്ല മഞ്ജുവിന്റെ വീട്ടിൽ ഒരു വകയില്ല. ഞാനാണ്ട് അവൾ ചോറ് കൊണ്ടുവന്ന് മുളക് കുഴച്ച് മാത്രം കൊണ്ടുവന്ന് ഒരു തേങ്ങ കൊടുത്ത് അവള് ചമ്മന്തി അരച്ചോണ്ട് വരത്തില്ലേ? എന്താ വൃത്തിയാണ് സാറേ ഇത്? പാവങ്ങൾക്ക് വേണ്ട ഒരു 10 കിലോ ചേർത്ത് സാധനം മേടിച്ചു കൂടെ. പിന്നെ പുണ്യം കിട്ടത്തില്ലയോ? എല്ലാം ഉള്ളടത്ത് കൊണ്ട് തേങ്ങ കൊണ്ട് മനക്കണക്ക് പറയുമ്പോൾ പടം കയറി വന്നോണ്ടാ. ഈ കണക്ക് പഠിക്കണ്ട. അവിടെ അടുത്ത കണക്കിന് ബുക്ക് എടുത്ത് നോക്ക്. എടുത്ത് നോക്ക്. കണക്കിന് ബുക്ക് എടുത്ത് വെക്കും. പൂരിപ്പിച്ചോണ്ട് വരാൻ ഹോമം ഉരിപ്പിച്ചോണ്ട് വന്നോ? എന്തോ എന്താ അവര് പഠിപ്പിക്കാൻ പറ്റുന്ന പൈസ കിട്ടും പറഞ്ഞില്ലേ? ആര്? എനിക്ക് കിട്ടും. നീ കൊടുത്തോ? എനിക്ക് കിട്ടിയില്ല. പേര് അഖിൽ. ഫാദർ നെയിം മോഹനൻ. അഡ്രസ് ചരിഞ്ഞ വീട് മേലാൽ വയ്ക്കത്തില്ല. അതെന്തോടത്തില്ലെന്നല്ല, ചരിഞ്ഞ വീട് മേലെത്തില്ലെന്നാ അച്ഛനാ എഴുതിയത്. അച്ഛനും കൊള്ളാം മോനും കൊള്ളാം. വരുമാനം എത്ര? സ്വന്തമായി ഒന്നുമില്ല. വല്ലപ്പോഴും വീടിന്റെ മുകളിൽ കൂടി 2 3 എണ്ണം പറന്നു പോകും. അതെന്തോ വരുമാനം ഒന്ന് ചോദിച്ചേ. വിമാനം എത്രയാന്ന് പറഞ്ഞോണ്ടായി അച്ഛൻ എഴുതിയത്. ഒന്നുകൂടെ പൂരിപ്പിച്ചോണ്ട് വരണം. വിമാനം മാറ്റിയാൽ മതി. വിമാനം അങ്ങ് മാറ്റിയാൽ മതി. അതിന്റെ സമയം കഴിഞ്ഞിനി അത് കൊടുക്കണ്ട. സ്കോളർഷിപ്പിലായിരുന്നു. പൈസ കിട്ടിയായിരുന്നു. അടുത്ത ഹിസ്റ്ററി ഹിസ്റ്ററി പഠിപ്പിക്കാം. നിനക്കത് എനിക്ക് തരത്തില്ലായിരുന്നു. അപ്പോ ഹിസ്റ്ററി എന്നാൽ എന്ത്? പണ്ട് ആരെങ്ങാണ്ട് ഉണ്ടാക്കി വെച്ചമ്മേനാ. കണ്ടാരം ഉണ്ടാക്കി വെച്ച ചരിത്രമാണ് ഹിസ്റ്ററി. പണ്ട് നടന്ന കാര്യങ്ങളാണ് ചരിത്രമാണ്. ശരി, നീ പറഞ്ഞത് ശരിയാണ് ഒരു കണക്കിന്. ശരിയാക്കിയില്ലേ ഞാൻ? പിന്നെ അടുത്തത് 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും തമ്മിലുള്ള വ്യത്യാസം പറയടാ ആനന്ദു. സാറേ ഈ 2-ാം ലോകമഹായുദ്ധം എളുപ്പമായിരുന്നു. കാരണം അധികം പണിയില്ല. ആദ്യത്തെ 1-ാം ലോകമഹായുദ്ധത്തിൽ കുറച്ചുപേരൊക്കെ മരിച്ചല്ലോ. ഒരു 4 മണി ആയപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി വാളും എല്ലാം കഴുകി വെച്ച് അവർ 4 ആയപ്പോഴത്തേനും എല്ലാവരും വീട്ടിൽ വന്നു. പിന്നെ സാർ ഒന്നുകൂടെ 1-ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തവർ 2-ാം ലോകമഹായുദ്ധത്തിൽ ഇല്ലായിരുന്നു. മഹായുദ്ധവും 2-ാം ലോകയുദ്ധം നീ ഒന്നും പഠിക്കുകയും വേണ്ട. നീ ഒന്നും പഠിപ്പിക്കുന്നുമില്ല. അത് എന്തോ ഞാൻ ഓർത്തിരിക്കുകയാണ്. അടുത്ത കേട്ടോ. ഇപ്പം ഇന്ത്യയുടെ ധീര വനിത ആര്? സ്പെഷ്യൽ പാസ്. അനന്തോ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇന്ത്യയുടെ ധീര വനിത സ്പെഷ്യൽ ചേർത്തടാ അതിനകത്ത്. ഝാൻസി റാന്നി. സാറേ ഇത് ധീരവനിതയാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ നാട്ടുകാരാന്ന് ഞാനിപ്പോഴും അറിയുന്നേ. റാന്നിക്കാരിയാ ഝാൻസി റാന്നി. ഝാൻസി റാന്നിയോ? സാറ് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചു. ഝാൻസി റാന്നി വരാൻ വഴിയില്ലല്ലോ. ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വഴി കിട്ടൂല്ലോ.
ഝാൻസി റാണി ചാൻസി റാണിയോ? അല്ല സോറി, ഇന്ത്യയുടെ ധീര വനിത ടീച്ചറെ. എന്തുവന്ന്? അല്ല, ഇന്ത്യയുടെ ധീര വനിത ആരാന്നറിയാമോ ടീച്ചറെ? കാർത്യായനി. എന്താ പറഞ്ഞു സാറേ? കാർത്തിയായനി. അതാരാ? നൈസായിട്ട് അവരെന്റെ തള്ളക്ക് വിളിച്ചതാ. ഇന്നാ നല്ലൊരെണ്ണം കിട്ടിയത്. അടുത്തടുത്ത് നോക്ക. അടുത്ത കോള് വരുന്നുണ്ടാ. വിമാനം വിമാനം കണ്ടുപിടിച്ചത് ആര്? ലെഫ്റ്റ് സഹോദരന്മാര്. ലെഫ്റ്റ് അല്ല, റൈറ്റ് സഹോദരന്മാർ. ഇത് കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് പോയ കാര്യാ പറഞ്ഞേ. ലെഫ്റ്റ് കണ്ടുപിടിച്ചിട്ട് അവര് പിന്നെ അവിടെ നിൽക്കുവോ? നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണത്തെ കുറിച്ച് ഒരു 5 വാക്ക് പറയടാ. അത്തപ്പൂക്കളം ഇടും, ഉപ്പേരി ഉണ്ടാക്കും, ഉപ്പേരി ഉണ്ടാക്കും, ഉറിയടിക്കും, ഉറിയടിക്കും, അച്ഛന്മാരെല്ലാം വെള്ളം അടിക്കും, ഞാനും അടിക്കും. ഞങ്ങളുടെ മാമൻ ചിറ്റപ്പനെ ചവിട്ടി അന്ന് കേണ്ടിട്ട് അത് പറയണം ഇവിടെ. എല്ലാ അലമ്പും പറയണ്ട, കുറച്ചൊക്കെ പറഞ്ഞ. ഓണത്തിന് നിന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യമല്ല, പരീക്ഷ പേപ്പറിനകത്ത് എഴുതി വെക്കേണ്ടത്. ഇതിൽ ഞാൻ ഉത്തരം പറയേണ്ടതാ. പേപ്പർ നോക്കുന്നത് ഞാനാ. അവിടെ ഇരിക്കും. കാണിച്ചാൽ എത്രയായി സംസാരിക്കുക. ഇതിന്റെ ഒരു ബുക്കിൽ ഇല്ലാത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഏതാ? ഈ പൊറോട്ട. പൊറോട്ട. നിനക്കോ? എനിക്കും പൊറോട്ട. യെസ്. അപ്പൊ ഈ പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാവ് ഏതാ? മാവോ? ആ, ഇവിടെ ഇന്നാളി നീ ഇതുപോലെ ഒരു ചീത്ത പറഞ്ഞതാ കേട്ടോ. ഞാൻ മൈദ കറക്റ്റ് ഉത്തരം. മൈദ ആരാ പറഞ്ഞത്? ഞാനാ പറഞ്ഞേ. മൈദ. അവിടെ പോയിരിക്കും. ശരിയാക്കിയപ്പോഴത്തേനും മൈദ. ഇന്നാൾക്ക് ഇതുപോലെ പറഞ്ഞ ഞാൻ അടിമേടിക്കുവാൻ നോക്കിയതാ. ഞാൻ മതി മതി മതി. എന്തോ ചോദിച്ചാലും നിനക്ക് അത് ഭൂമിശാസ്ത്രത്തിന്റെ പുസ്തകം കൊണ്ട് എടുക്കും. ഭൂമിശാസ്ത്രത്തിന്റെ പെട്ടെന്ന് എടുക്കണേ. ഭൂമിശാസ്ത്രം കിട്ടി. അനന്തുവേ, എന്തോ നിന്നോട് ആദ്യം ചോദ്യം, മഴയുണ്ടാകുന്നത് എങ്ങനെ? മഴ കടലിലെ വെള്ളം സൂര്യതാപേറ്റ് നീരാവിയായി ഇരുചെവി അറിയാതെ ഒരു മനുഷ്യനറിയാതെ മേളിച്ചെല്ലും. നല്ല ചെന്ന് എന്തോ സെറ്റപ്പ് ഉണ്ട് അവിടെ. അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് താഴോട്ടൊരു കീശ് കീച്ചു. മഴ അനുഭവിച്ച് അങ്ങനെ പറഞ്ഞതിനകത്ത് ശരി ഉത്തരവുണ്ട്. അതാ ഞാൻ പറഞ്ഞു. അത് നേരിട്ടങ്ങ് പറയരുതോ? ഇത്ര ഉള്ളായിരുന്നോ? അവിടെ ഇരിക്കുക. ഭൂമിയുടെ ആരം ആദ്യമായി കണക്കാക്കിയത് ആര്? എടത്തു അനീഷ്. അനീഷോ? എന്തുവായിരുന്നു? എടാ, എറത്തോസ്തനീസ്. അറിയാൻ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അഖിലേ, നീ വന്ന് പെട്ടെന്ന് നീ വന്നേ. നമ്മുടെ സ്റ്റാഫ് റൂമിന്റെ തൊട്ടപ്പുറത്തൊരു ജനലിലെ ഗ്ലാസ് പൊട്ടിയിരിക്കുക. അത് ഞാൻ മാറണോ? നീ മാറണമെന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്തൊരു ഗ്ലോബ് ഇരിപ്പുണ്ട്, പോയി എടുത്തോണ്ട് വരാൻ പറ്റും. ഗ്ലോബോ? എടാ, ഒരു നീല അരിവാളിനകത്ത് ഒരു നീല പന്തിരുന്ന് കറങ്ങത്തില്ല. അത് പറ, മനസ്സിലാവുന്ന ഭാഷയെ പറ. എളുപ്പെടുത്തോണ്ട് വാടാ. എനിക്ക് അടുത്ത കോള് വരുമല്ല. കറക്കുന്നേ. ഈ ഭൂമി കറങ്ങിയില്ലെന്ന് പറഞ്ഞു എന്നെ പിടിച്ചിട്ട് അടിക്കാനോ? ഇതാണ് ഗ്ലോബ്. ഗ്ലോബ്. ഈ ഭാഗത്ത് കാണുന്നത് എന്താണെന്ന് അറിയാമോ? പാകിസ്ഥാൻ. ഇടിക്കട്ടെ, നമ്മൾ ശത്രു രാജ്യമല്ലേ? എടാ, അത് പാകിസ്ഥാൻ ഇടിച്ചാൽ ഇത് പൊട്ടി പോകത്തില്ലേ? ഇതൊരു ഗ്ലോബാ. ഇനി അടുത്തത് ഈ കാണുന്നതാണ് ശ്രീലങ്ക. ശ്രീലങ്ക അതാണ് സാറേ ഇന്ത്യയുടെ താഴെ കാണാം. ഇതാ ശ്രീലങ്ക. പക്ഷെ മനുഷ്യനെ ഈ ശ്രീലങ്ക വിടരുത്. ഏത് സമയം അത് പറഞ്ഞ് വെള്ളത്തിൽ പോകും. ആ പരുവത്തിൽ നിൽക്കും അത്. ശ്രീലങ്ക പറഞ്ഞ് വെള്ളത്തിൽ പോകുന്നു. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതിൽ നിന്നും നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? കായ്ഫലമുള്ള മരത്തിൽ ചോട്ടി അങ്ങനെ പോയി ചിന്തിച്ചിരിക്കരുത്. എന്ത് മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ പരീക്ഷണം കണ്ടെത്തിയില്ലയോ? പരീക്ഷണം. ഓക്കെ. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ വർഷം? സാറേ, എന്ത് ഈ പറഞ്ഞ ഒരു ആപ്പിൾ വീണ് തല വീണ് ഒരുത്തം കിടക്കുമ്പോ ഉടനെ കലണ്ടർ എടുക്കാനാണ് പോകുന്നത്. ആശുപത്രി കൊണ്ടുള്ള ഏർപ്പാട് ചെയ്യണം. ഇപ്പൊ തന്നെ ഈ മരത്തിന്റെ ഒരു കമ്പ് സാറിന് തല്ലല്ല ഒടിഞ്ഞു വീണു. ഞാൻ ഈ ഡേറ്റ് നോക്കാൻ പോവാ, സാറിനെ കൊണ്ട് പോവാ. ആശുപത്രി കൊണ്ടുപോകും. നടന്നതാ. അപ്പൊ പിന്നെ എന്നാന്ന് എങ്ങനെ അറിയുന്നേ? ആർക്കറിയാം? ആപ്പിൾ എന്തായാലും വീഴും. മതി മതി മതി. ഒന്നാമത്തെ കാര്യം സത്യം പറഞ്ഞ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്ന് അങ്ങ് ബോറടിയാ. പിന്നല്ലേ, വേറെ ആരുമില്ല ഇവിടെ പഠിപ്പിക്കുക. 5 വിഷയം സാറ് തന്നെ. ആ ടൂർ പോയ പിള്ളേർ വരുമോ? അതും ഇല്ല. വേറെ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? വേറെ ടീച്ചറും ഒരുപാട് പഠിപ്പിക്കാൻ. ടീച്ചർ വരുവോ? ഏത് ടീച്ചർ? വനജ ടീച്ചർ വരുവോ? വരുമടാ.